കൊടുത്തു, വിസ വിസ കഴിഞ്ഞ ആഴ്ച റിജക്ഷനായി. അപ്പോൾ നവംബറിൽ കൊടുത്ത വിസയാണ്. റിജക്ഷനായി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉടമ്പടി എടുക്കണം എന്നാണ്. വേറെ ഒന്നും തോന്നിയില്ല. വിസ പോയാലൊന്നും വിഷമം ഉണ്ടായില്ല. ഉടമ്പടി എടുക്കണം. ഞാൻ ഇന്നലെ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സാക്ഷ്യം പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഞാൻ വിചാരിച്ചു, ഞാൻ പാട്ടായിട്ട് ഇറക്കിയിട്ടുണ്ടല്ലോ സാക്ഷ്യം, അത് മതിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇത്ര നാൾ അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഈ അച്ഛൻ്റെ ഇവൻ്റെ തലയിൽ കൈ വെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാനിങ്ങനെ വന്നപ്പോൾ ഇവിടുത്തെ ബ്രദർ പറഞ്ഞു, അതെന്ത് ഇത്ര വലിയ അനുഗ്രഹം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് സാക്ഷ്യം പറയാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട് സാക്ഷ്യം പറയാനായിട്ട്, പക്ഷേ എനിക്ക് എപ്പോഴും പറയാൻ പറ്റാറില്ല. അങ്ങനെയാണ് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ പറഞ്ഞു എന്തായാലും സ്മാർട്ടായിട്ട് പറയുമോ ഇല്ലേ? ഞാൻ പറഞ്ഞു ഞാൻ ശ്രമിക്കുന്ന നോക്കാം. അപ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോയെന്ന് അറിയില്ല എൻ്റെ അന്നത്തെ ആ വേദനയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സാക്ഷ്യം പറഞ്ഞു, ഇനി എൻ്റെ വിസ ക്യാൻസലായിരിക്കുകയാണ്, പക്ഷേ ഇന്നലെ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ വിശ്വാസം വിസ കിട്ടും തന്നെയാണ്. ഈ 3 മക്കളെയും കൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരുടെ അമ്മയുടെ അടുത്തേക്ക് അമ്മ കാനഡയിലാണ് പോകാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സാക്ഷ്യം, ഒരു കാര്യം കൂടി ഉണ്ട് ഇതിൽ. ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ അബോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റേത്. അപ്പോൾ എന്നോട് പലരും പറയേ, നീ ഈ കൊച്ചിനെ ഭയങ്കരമായിട്ട് രക്ഷിച്ചത്. അപ്പം ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്നെയല്ല രക്ഷിച്ചത്, ഞാൻ ഇവനെ അല്ലല്ലോ രക്ഷിച്ചത്. കാരണം ഇവനിങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഈശോയും മാതാവിലേക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കാനൊക്കെ എനിക്ക് അവസരം കിട്ടിയത്. ഞാൻ കൂടുതൽ ദൈവത്തെ അല്ലെങ്കിൽ മാതാവിനോടൊക്കെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കാനൊക്കെ കൂടുതലും മാതാവിനോടെ ചെറുപ്പം തൊട്ട് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് എല്ലാം ഉയർച്ചകളാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇങ്ങനെയുള്ള സാഹചര്യം വന്നപ്പോഴും അപ്പം ധൈര്യം കിട്ടിയതും ഈ മാതാവിൻ്റെ ഭയങ്കരമായിട്ടുള്ള അനുഗ്രഹമാണ് എന്ന്